ദ്വീപിലെ ചില വെറൈറ്റി ബോട്ടുകൾ കണ്ടാലോ? ദ്വീപ് കാഴ്ചകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐലൻഡുകളുടെ ജീവനാഡിയായ സപ്ലൈ ബോട്ടുകളാണ് ഈ കാണുന്നത്. അരി, പഴം, പച്ചക്കറി തുടങ്ങി ഗ്യാസ് സിലിണ്ടർ വരെയുള്ള എല്ലാ അവശ്യ സാധനങ്ങളും ഈ ഷിപ്പുകളാണ് ഐലൻഡിലേക്ക് എത്തിക്കുന്നത്. ഫ്ലാറ്റ് സർഫേസ് ഉള്ള ജങ്കാറുകളെ പോലെ തോന്നിക്കുന്ന ഈ ബോട്ടുകളാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയലുകളും മണൽ, സിമന്റ്, കമ്പി, ടൈൽസ് എല്ലാം ഐലൻഡിലേക്ക് എത്തിക്കുന്നത്. വാട്ടർ ടാക്സികളായി പ്രവർത്തിക്കുന്ന സ്പീഡ് ലോഞ്ചുകളാണ് ഈ കാണുന്നത്. ദ്വീപ് നിവാസികൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ ഇവ ഹയർ ചെയ്യാവുന്നതാണ്. സീ ആംബുലൻസുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വളരെ ചുരുക്കമാണ്. കടലിൽ എന്തെങ്കിലും എമർജൻസി സംഭവിക്കുമ്പോഴോ രോഗികളെ മറ്റു ദ്വീപിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യത്തിലോ ഒക്കെയാണ് ഇവ ഉപയോഗിക്കുന്നത്. ദ്വീപിൽ പോലീസ് ഉപയോഗിക്കുന്ന വാഹനം വെള്ള ഇന്നോവ ക്രിസ്റ്റയാണ്. കടലിൽ അവർ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന സ്പീഡ് ലോഞ്ചാണ്. ഫാമുല ഐലൻഡിലെ പ്രധാന ടൂറിസം ആക്ടിവിറ്റി ഡൈവിംഗ് ആണ്. ഡൈവിങ്ങിനായി വിദേശ സഞ്ചാരികൾ യഥേഷ്ടം ഐലൻഡിലെത്താറുണ്ട്. ടൂറിസ്റ്റുകളെ ഡൈവിങ്ങിന് കൊണ്ടുപോകാനുള്ള ബോട്ടുകളാണ് ഈ കാണുന്നത്. പഴമയുടെ ഗാംഭീര്യം നിലനിർത്തുന്ന പഴയകാല ബോട്ടുകൾ മുതൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ബോട്ടുകളും ഡൈവിങ്ങിന് പോകാൻ റെഡിയായി ഹാർബറിൽ കിടക്കുന്നു. പുറമേ നിന്ന് കാണുമ്പോൾ സാധാരണ ഒരു ബോട്ട് പോലെ തോന്നുമെങ്കിലും അത്യാഡംബര സൗകര്യങ്ങളുള്ള ഒരു ചെറിയ ലക്ഷറി ക്രൂസ് ഷിപ്പാണ് ഈ കാണുന്നത്. ഒരു വലിയ ജങ്കാറാണ് ഈ കാണുന്നത്. ചെറുതും വലുതുമായ വാഹനങ്ങൾ, വളരെ വലിയ ഷിപ്മെന്റുകൾ, കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ആവശ്യമായ വലിയ പാറക്കല്ലുകൾ, റോഡ് റോളറുകൾ എല്ലാം ഈ ജങ്കാർ കയറിയാണ് ദ്വീപിലെത്തുന്നത്. ഇവയൊന്നും കൂടാതെ ധാരാളം ഫിഷിംഗ് ബോട്ടുകളും ഇവിടെ കാണാം. ഫിഷിംഗ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ തൊഴിൽ മേഖലയാണ്. പല വലുപ്പത്തിലും പല പഴക്കത്തിലുമുള്ള വിവിധ തരം ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ കാണാം. ചെറിയ ബോട്ടുകൾ ഫിഷിങ്ങിന് പോയി ഏതാനും മണിക്കൂറുകൾക്കകം തിരിച്ചു വരുമെങ്കിൽ ഈ കാണുന്ന വലിയ ബോട്ടുകൾ 4-5 ദിവസത്തിന് ശേഷം മാത്രമാണ് ദ്വീപിൽ തിരിച്ചെത്തുക. തിരികെ വീട്ടിലേക്ക്.